ക്രിമിനലുകൾ, ലഹരി മാഫിയയുമായി ബന്ധമുള്ളവർ, ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകൾ, അവരൊക്കെ CPM-ന്റെ സ്ഥാനാർത്ഥികളാണ്. അരിയിൽ ഷുക്കൂർ വധക്കേസിലെ പ്രതിയായിരുന്ന 28ാം പ്രതിയായിരുന്ന PP സുരേശൻ CPM പട്ടുവം പഞ്ചായത്തിലെ 14ാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ്. കൊലക്കേസിൽ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊല ചെയ്ത കേസിലെ കൊലക്കേസ് പ്രതി CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഫസൽ വധക്കേസിലെ പ്രതിയായ കാരായി ചന്ദ്രശേഖരൻ അന്ന് ഈ ജില്ലയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, കണ്ണൂർ ജില്ലയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു പോയാൽ വീണ്ടും സ്ഥാനാർത്ഥിയായി. ഇപ്പൊ പോലീസിനെ സ്റ്റീൽ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ കോടതി 20 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ച DYFI നേതാവ് ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. പയ്യന്നൂർ നഗരസഭയിലെ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ CPM പുറത്താക്കിയ ഷാനവാസിന്റെ പേരിലുള്ള ലോറിയിൽ നിന്നും 2023 ജനുവരിയിൽ കരുനാഗപ്പള്ളിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും അന്ന് CPM കൌൺസിലറായിരുന്നു, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. ആ പാർട്ടിയിൽ നിന്ന് ലഹരി മരുന്നിന്റെ പേരിൽ എക്സൈസും പോലീസും അറസ്റ്റ് ചെയ്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഷാനവാസ് ഇപ്പൊ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. നല്ല കമ്മ്യൂണിസ്റ്റാണെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ലഹരി മാഫിയ, കേരളത്തിലെ ലഹരി മാഫിയയ്ക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, CPM-ന്റെ പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ഗുരുതരമായ ആരോപണം ശരിവയ്ക്കുന്നതാണ് വീണ്ടും ഷാനവാസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിനെ തുടർന്ന് പാർട്ടി നടപടി നേരിട്ട ആള് കരിവള്ളൂർ പെരളം പഞ്ചായത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. നേരത്തെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ പ്രദീപനാണ് അവിടെ സ്ഥാനാർത്ഥി. പയ്യന്നൂർ നഗരസഭയിൽ 7ാം വാർഡിലും ഇതുപോലൊരു മുൻ ഏരിയ സെക്രട്ടറി ഇതേപോലെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണത്തെ തുടർന്നാണ്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരായി കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ ഇപ്പോൾ ശ്രീകണ്ഠപുരത്ത് ACP ആയിരുന്ന രത്നകുമാർ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയാണ്, CPM-ന്റെ സ്ഥാനാർത്ഥി. ഇവിടെ ക്രിമിനലുകൾ, മോഷ്ടാക്കൾ ഇവരെല്ലാം സംരക്ഷിക്കുകയാണ് പാർട്ടി. ഈ ക്രിമിനലുകളെയും ലഹരിക്കടത്ത് കേസിൽ ബന്ധപ്പെട്ടവരെയും അതുപോലെ തന്നെ ലൈംഗിക അപവാദ കേസിൽ ബന്ധപ്പെട്ടവരെയും സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇതാണ് CPM കാണിച്ചത്. എന്ത് മെസ്സേജാണ് CPM ഇതുവഴി കൊടുക്കുന്നത്?